26ാമത്തെ ക്വസ്റ്റ്യൻ 26 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അതിൽ 26 എ പാർട്ട്. ഫ്രം എ ഡാറ്റ ദ ഫോളോയിങ് റിസൾട്ട്സ് ആർ calculated. Sigma P1 equal to 270, sigma P0 equal to 242. Calculate simple aggregate index number. Simple aggregate index number the formula എന്ന് പറയുന്നത് sigma P1 by sigma P0 into 100 എന്നാണ്. Simple aggregate index number equal to sigma P1 by sigma P0 into 100. Sigma P1 sigma P0 തന്ന സ്ഥിതിക്ക് അത് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 111.57 എന്നാണ്. അത് പെർസെൻറ്റേജ് ഇൻഡെക്സ് നമ്പർ എപ്പോഴും പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആൻസറിൽ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ കൂടെ കൊടുക്കും. അതിന്റെ ബി പാർട്ട് 26B. Calculate simple arithmetic mean price index from the following data. ഡാറ്റ തന്നിട്ടുണ്ട് 4 കമ്മോഡിറ്റീസ്, അതിന്റെ ബേസ് ഇയറും കറന്റ് ഇയറും തന്നിട്ടുണ്ട്, കറന്റ് ഇയർ പ്രൈസുകൾ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സിന്റെ ഫോർമുല ഓർത്തെടുക്കാം. ഈ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, വേർ എക്സ് ഈക്വൽ ടു P1 by P0 into 100. അപ്പോൾ ഇതിൽ P1 എന്ന് പറയുന്നതും P0 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. P1 എന്ന് പറയുമ്പോൾ കറന്റ് ഇയർ പ്രൈസ്, P0 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ്. P1 ഉം P0 ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ആ എക്സ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കും. പിന്നീട് n എന്ന് പറയുന്നതാണ്. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, ഇവിടെ 4 ആണ്. അപ്പോൾ n equal to 4 എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എഴുതുന്നു. ബേസ് ഇയർ പ്രൈസിന് P0 എന്ന് കൊടുത്ത് എഴുതുന്നു. എപ്പോഴും ബേസ് ഇയർ പ്രൈസിനാണല്ലോ നമ്മൾ P0 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ കറന്റ് ഇയർ പ്രൈസിന് P1 എന്നുള്ള രീതിയിൽ തന്ന ക്വസ്റ്റ്യൻ ആദ്യത്തെ 2 കോളത്തിൽ എഴുതും. പിന്നീട് നമുക്ക് സിഗ്മ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P1 by P0 into 100. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ അത് തന്നെ എഴുതി. ഹെഡിങ് എക്സ് ഈക്വൽ ടു P1 by P0 into 100 എന്ന് എഴുതി. അതിനുശേഷം ഒരു P0 P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. 18 P1 അല്ലെ by 15 P0 into 100. 18 by 15 into 100. അങ്ങനെ 20 by 18 into 100. 18 by 17 into 100. 22 by 20 into 100. ഓരോന്നിന്റെ P1 by P0 into 100 കണ്ടുപിടിച്ചതിനെയൊക്കെ നമ്മൾ എന്ത് പേര് കൊടുത്തു? എക്സ് ഒക്കെ കൊടുത്തു. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആഡ് ചെയ്യുന്നു സിഗ്മ. എന്താ ആഡ് ചെയ്യുന്നത്? എക്സ് ആണ്. സിഗ്മ എക്സ് ഈക്വൽ ടു 446.99 എന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ ഈ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, അത് 4 ആണ്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ, അതായത് 446.99 എന്നുള്ളതാണ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 111.74. പിന്നെ ഇൻഡെക്സ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിൽ പെർസെൻറ്റേജ് സിമ്പിൾ കൂടെ കൊടുക്കുന്നു. അപ്പോൾ 111.74% എന്ന് നമുക്ക് ആൻസർ എഴുതാം. അടുത്ത 27A. A measurable characteristic of a population is known as dash. പാരാമീറ്റർ എന്നാണ്. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്, പോപ്പുലേഷന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ പറയുന്ന പേര് പാരാമീറ്റർ എന്നാണ്. അത് നമ്മൾ അതുപോലെ തന്നെ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. അപ്പോൾ പാരാമീറ്റർ ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി അതിന്റെ ബി പാർട്ട്. എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് വാല്യൂസ് 3, 6, 8, 11, 12. Write all possible samples of size 2 by SRSWOR. ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ദ സാമ്പിൾ മീൻ. ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഈക്വൽ ടു NCN എന്നുള്ളതാണ് നമ്മൾ പഠിച്ച ഫോർമുല. n എന്ന് പറയുന്നത് പോപ്പുലേഷൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസും സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസും ആണ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ n-ന് 5 എന്നും സ്മോൾ ലെറ്റർ n-ന് 2 എന്നും കൊടുക്കുമ്പോൾ 5C2 which is equal to, അതായത് 5 factorial by 2 factorial into 5 minus 2 factorial equal to 10. അപ്പൊ നമുക്ക്
എടുക്കാൻ സാധ്യതയുള്ള പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ് എന്ന് കിട്ടി. അപ്പൊ നമ്മൾ സീരിയൽ നമ്പർ 1 to 10 വരെ നിരത്തി. നമ്മൾ സാധാരണ രീതിയിൽ കോളം വൈസ് ആയിട്ട് തന്നെ എഴുതുക. ഇവിടെ ബോർഡിലെ സ്പേസിനനുസരിച്ചിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലാണ് അത് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 10 സാമ്പിൾസും എഴുതുക എന്നുള്ളതാണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാത്രം നീക്കി അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം 3, 6, 3, 8, 3, 11, 3, 12 ഈ സാമ്പിൾസ് എല്ലാം 3 വെച്ചിട്ടുള്ളതെല്ലാം എഴുതുന്നു. 3, 6 ഒന്നാമത്തെ സാമ്പിൾ. രണ്ടാമത്തെ 3, 8. മൂന്നാമത്തെ 3, 11, 3, 12. 3 വെച്ചിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഈ 6 വെച്ചിട്ടുള്ളത് 6, 8. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാത്രം കൊണ്ടുപോയാം. 6, 8 കഴിഞ്ഞാൽ പിന്നെ 6, 11, 6, 12. 6 വെച്ച് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് എഴുതണം? 8 വെച്ചിട്ടുള്ളത്, അതുപോലെ 11 വെച്ച് 12 വെച്ചുള്ളതെല്ലാം അതുപോലെ ഫില്ല് ചെയ്യണം. എല്ലാം എഴുതി 8, 11, 8, 12 പിന്നെ 11, 12 10 സാമ്പിൾസ് എഴുതി. അപ്പോൾ നമ്മൾ എ പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയി. റൈറ്റ് ഓൾ possible samples of size 2 from simple random sample without replacement എന്നുള്ളതായിരുന്നു എ പാർട്ട് ക്വസ്റ്റ്യൻ. അതിൽ ഉള്ള ആൻസർ ആയി. നമ്മൾ എല്ലാ സാമ്പിൾസും പോസിബിൾ സാമ്പിൾസ് 10 നിരത്തി എഴുതി കഴിഞ്ഞു. പക്ഷെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് ബി പാർട്ടിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി അല്ലെ. എ പാർട്ട് എന്നല്ല, ബി പാർട്ടിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഇനി ബി പാർട്ടിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് സാമ്പിൾ മീൻ. മീൻ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല എന്ന് പറയുന്നത് മീൻ ഓഫ് സാമ്പിൾ മീൻ എന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ. എക്സ് ബാറുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എക്സ് ബാറുകളെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. സിഗ്മ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സാമ്പിളിന്റെയും മീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ് ബാർ എന്ന് പറയും. എക്സ് ബാർ. അപ്പൊ നമുക്ക് ആദ്യം എക്സ് ബാറുകൾ കാണണം. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ സിഗ്മ എക്സ് ബാർ കിട്ടും. ആ കിട്ടിയ സിഗ്മ എക്സ് ബാറിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എൻ എന്ന് പറയുമ്പോൾ സാമ്പിൾസിന്റെ എണ്ണം. അത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 10 എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എക്സ് ബാർ കണ്ടുപിടിക്കുകയാണ് ആ പാർട്ടിന്റെ ആൻസറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സാമ്പിൾ 3, 6 ആണ്. അപ്പൊ 3, 6ന്റെ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് 3 + 6/2. 3 + 6/2 എന്ന് പറയുമ്പോൾ 9/2 4.5 എന്ന് കിട്ടും. ഇതാണെങ്കിൽ 3 + 8/2 എന്ന് പറയുമ്പോൾ 11/2 ഈക്വൽ ടു 5.5 എന്ന് കിട്ടും. ഈ രീതിയിൽ നമ്മൾ ഓരോ സാമ്പിൾ മീനും എഴുതുക. അപ്പൊ ഇവിടെ ഞാൻ എല്ലാ എക്സ് ബാറും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 എക്സ് ബാറുകൾ കിട്ടി. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സിഗ്മ എക്സ് ബാർ കൂടി എഴുതാനുള്ള ഒരു ഫോളോഡ് ആയിരുന്നു. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് സിഗ്മ എക്സ് ബാർ ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. 4.5 + 5.5 + 7 + 7.5 + എക്സെട്ര 11.5 എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 80 എന്നാണ് കിട്ടുക. 80. അപ്പൊ സിഗ്മ എക്സ് ബാർ ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ എൻ. എത്ര സാമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് 10 എന്ന് കിട്ടിയത്. അപ്പൊ 80 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 8 എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ അല്ലെങ്കിൽ മീൻ ഓഫ് സാമ്പിൾ മീൻ എന്നുള്ളത്. 28th question. To study the significant difference of 4 varieties of fertilizers, an analysis of variance is conducted on 13 plots. Table below shows the results obtained. Complete the ANOVA table and write your conclusion at 5% level of significance. Table value തന്നിട്ടുണ്ട്, ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അനോവ ടേബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനോവ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യം. അതിനുശേഷം നമ്മുടെ കൺക്ലൂഷൻ എഴുതണം. എന്താണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പൊ ആദ്യം തന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. To study the significant difference of 4 varieties of fertilizers. 4 ഫെർട്ടിലൈസേഴ്സിന്റെ ഡിഫറൻസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ്. എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ്സിന്റെ എണ്ണം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഈസ് കണ്ടക്റ്റഡ് ഓൺ 13 പ്ലോട്ട്സ്. എത്ര പ്ലോട്ട്സിൽ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്?
13 പ്ലോട്ടിൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എൻ ഈക്വൽ ടു 13 ആണ്. ടോട്ടൽ നമ്പർ എന്നുള്ളത് 13 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്തെഴുതണം. n ഈക്വൽ ടു 13, k ഈക്വൽ ടു 4. ഇനി നമുക്ക് ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം, അതല്ലാതെ ഫില്ല് ചെയ്യാൻ കഴിയും. ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസമായിട്ട് ചില കോളംസും ചില റോസും ഒക്കെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഏറ്റവും അവസാനം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് ശീലിച്ചിരിക്കുന്നത് ടോട്ടൽ ആദ്യം എഴുതിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ കോളത്തിൽ ക്വസ്റ്റ്യനിൽ ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ കോളമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തൊട്ട് അടുത്ത കോളത്തിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തപ്പോൾ ഡാറ്റ എഴുതിയപ്പോൾ അത് മാറിപ്പോയി. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. കാരണം നമ്മൾ ഈ രണ്ട് കോളംസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോട്ടലിന്റെ റോ മുകളിലേക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള കോളാണ് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് നമ്മുടെ ഫോർമുല ഒന്ന് ഓർത്തെടുത്താൽ മതി. ഇവിടെ k-1 ആണ് അല്ലേ, k-1. വിത്തിൻ സാമ്പിൾസിലാണെങ്കിലോ n-k. ഇതൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. n-1 ഇവിടെ n തന്നിട്ടുണ്ട്. എത്രയും തന്നിട്ടുണ്ട്? 13 എന്ന് തന്നിട്ടുണ്ട്. 13 - 1 ഈക്വൽ ടു 12. ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇനിയിപ്പോ ഈ n നമ്മൾ ക്വസ്റ്റ്യൻ തന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഈ ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൈനസ് ട്രീറ്റ്മെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ബിറ്റ്വീൻ സാമ്പിൾസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 12 - 3 ഈക്വൽ ടു ആണ് എന്ത്? 9. അതായത് ഈ സെല്ല് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെല്ല് -3 ഈക്വൽ ടു 9 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ കണ്ടുപിടിക്കേണ്ട സെല്ല് കാണാനായിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 9 -3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +3 ഈക്വൽ ടു 12. അപ്പൊ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഫോർമുല വൈസ് നോക്കി കഴിഞ്ഞാലും നമുക്ക് 12 എന്ന് എഴുതാൻ കഴിയും. അപ്പൊ നമ്മൾ ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫില്ല് ചെയ്യും. ഇനി നോക്കുക, നമുക്ക് ഏതാണോ ഫില്ല് ചെയ്യാൻ കഴിയുന്നത് അത് ഫില്ല് ചെയ്യാം. ഇപ്പോ ഈ രണ്ട് സെല്ലുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം അല്ലെ. മീൻ സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആ സെല്ല് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പൊ അത് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. അതായത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ സം ഓഫ് സ്ക്വയർ ഇവിടെ എഴുതാം, വെളിയിലായിട്ട് എഴുതാം. സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു ആണ് മീൻ സം ഓഫ് സ്ക്വയർ. അതായത് ഇവിടെ എന്താണോ അത് ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 87.22 എന്ന് കിട്ടുന്നത്. ഈ സം ഓഫ് സ്ക്വയർ ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ആ സം ഓഫ് സ്ക്വയർ അതുപോലെ തന്നെ വെക്കുക. ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 9 ആണ്. 9 ഈക്വൽ ടു 87.22. അപ്പൊ സം ഓഫ് സ്ക്വയർ ഈക്വൽ ടു 87.22 ഇൻറ്റു 9. അത് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഇവിടെ എഴുതേണ്ട സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അത് 784.98. 784.98. അപ്പൊ അത് നമ്മളിവിടെ ഫില്ല് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് വിത്തിൻ സാമ്പിൾസിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് എഴുതാൻ കഴിയും. ഇപ്പൊ നമ്മള് രണ്ട് കോളംസ് ഫില്ല് ചെയ്തു. 12 തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്ത് 12 എന്നുള്ളതും അതുപോലെ വിത്തിൻ സാമ്പിൾസിന്റെ സം ഓഫ് സ്ക്വയറും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളത് 1, 2, 3 കോളംസ് കൂടെ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ അതില് നമുക്ക് ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യാൻ കഴിയുന്നത് ഏതാണോ അത് ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തത് ഈ സം ഓഫ് സ്ക്വയറിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ നോക്കാം. സം ഓഫ് സ്ക്വയേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുലാസ് വെച്ചിട്ട് നമുക്കറിയാം ടോട്ടലിന്റെ സം ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ TSS അതായത് നമ്മൾ ഡിനോട്ട് ചെയ്തത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് ബിറ്റ്വീൻ സാമ്പിൾസിന്റെ സം ഓഫ് സ്ക്വയർ. അതിൽ നമ്മൾ BSS
എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാ ഓർമ്മ. അതോ SSB എന്നാണ് തോന്നുന്നു. SSB. ഇത് TSS, ഇത് SSB ആണെങ്കിൽ TSS മൈനസ് SSB ആണ് എന്തായിട്ട് വരുന്നത്? വിത്തിൻ സാമ്പിൾസിന്റെ സം ഓഫ് സ്ക്വയർ. അതായത് SSW എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു SSW. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. ഇതില് നമുക്ക് TSS നമ്മുടെ കയ്യിലുണ്ട്, SSW ഉണ്ട്. അപ്പൊ നമുക്ക് SSB കാണാമല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മളത് കാണുമ്പോൾ 1870 മൈനസ് SSB നമുക്കറിയില്ല, അത് SSB എന്ന് തന്നെ എഴുതുന്നു, ഈക്വൽ ടു 784.98. ഇതിൽ നിന്ന് SSB കാണാനായിട്ട് 1870 ഇതിങ്ങോട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്, 784.98 ഈക്വൽ ടു SSB അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ SSB. അപ്പൊ നമുക്ക് അവിടെ SSB എന്നുള്ളത് 1085.08 1085.08 എന്ന് കിട്ടും, ഈക്വൽ ടു SSB. ഈ ആൻസർ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. 1085.08. ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വായിക്കുന്നു. കൂടുതൽ ഉണ്ടാവുക നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ഈ സെല്ല് നമുക്ക് ഫില്ല് ചെയ്യാം. അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ 1085.08/3 മീൻ സം ഓഫ് സ്ക്വയറിന്റെ ഫോർമുല പ്രകാരം this cell equal to sum of square divided by degrees of freedom. അപ്പോൾ divided by 3 sum of square divided by degrees of freedom 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 361.67. 361.67. ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിയും. അപ്പൊ 4 സെല്ല് നമ്മളിപ്പോ ഫില്ല് ചെയ്ത് കഴിയും. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, എഫ് കാൽക്കുലേറ്റഡ് വാല്യൂ equal to MSB divided by, അതായത് ബിറ്റ്വീൻ സാമ്പിൾസിന്റെ മീൻ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വിത്തിൻ സാമ്പിൾസിന്റെ മീൻ സം ഓഫ് സ്ക്വയർ MSW. അത് ചെയ്യുമ്പോൾ 361.67 ഡിവൈഡഡ് ബൈ 87.22 എന്നുള്ളതാണ്. 361.67 ഡിവൈഡഡ് ബൈ 87.22 അത് ചെയ്യുമ്പോൾ ഈക്വൽ ടു 4.15 എന്ന ആൻസർ. ഇതാണ് എഫ് കാൽക്കുലേറ്റഡ് വാല്യൂ. വാല്യൂസ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. MSB എന്ന് പറയുന്നത് ഇതാണ്, MSB. MSW എന്ന് പറയുന്നത് ഇതാണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ എഫിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിക്കഴിയും. അപ്പൊ നമ്മൾ ഈ സെല്ലും ഫില്ല് ചെയ്തു. അപ്പൊ 1, 2, 3, 4, 5 എണ്ണം ഫില്ല് ചെയ്തു. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 എണ്ണം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.5 മാർക്കിന്റെ നമ്മളായിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണി തുടങ്ങിയത്. 2.5 മാർക്കിന്റെ ആൻസറേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 1.5 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ എഴുതുന്നതാണ്. അപ്പൊ കൺക്ലൂഷൻ എഴുതാൻ നമുക്ക് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ അക്സെപ്റ്റിംഗ് H0 അല്ലെങ്കിൽ റിജക്റ്റിംഗ് H0 എന്നൊക്കെയല്ലേ കൺക്ലൂഷൻ പറയാറ്. അപ്പൊ H0 H1 ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അനോവയിലുള്ള H0 അത് ആദ്യമാണ് എഴുതേണ്ടത്. അതല്ലെങ്കിൽ അത് എഴുതിയിട്ടില്ലെങ്കിൽ ടേബിളിൽ താഴെയായിട്ട് എഴുതിയാലും മതി. ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. എല്ലാം ഈക്വൽ ആണ് എന്നുള്ള രീതിയിലാണ് H0 എടുക്കാറ്. H1 എന്ന് പറയുന്നത് ദ പോപ്പുലേഷൻ മീൻസ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ H0 H1 എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു 1/2 മാർക്ക് കൂടെ കിട്ടുകയാണ്. ഇനി നമ്മൾ ഡിസിഷൻ എഴുതണം, അക്സെപ്റ്റ് ചെയ്യുന്നോ റിജക്ട് ചെയ്യുന്നോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ നമുക്ക് അറിയാലോ. ക്രിട്ടിക്കൽ റീജിയൻ കാൽക്കുലേറ്റഡ് ബൈ CR ഈസ് reject H0 if calculated value of F. Fന്റെ calculated value greater than table value of F. Table value of F. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പൊ ഹിയർ 4.15 ഇതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ.
ടേബിൾ വാല്യൂ എന്നുള്ളത് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.86 എന്നാണ്. 3.86 ആണ് ടേബിൾ വാല്യൂ. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലേ? കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എച്ച് നോട്ട് റിജക്ട് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ therefore we reject എച്ച് നോട്ട് എന്നുള്ള നമ്മുടെ കൺക്ലൂഷൻ. ഇത്രയും പാർട്ട് കൂടെ എഴുതി കഴിയുമ്പോഴാണ് ബാക്കി 1.5 മാർക്ക് കൂടെ കിട്ടും. ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഉടനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. ആ കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എച്ച് നോട്ടും H1 എഴുതി ക്രിട്ടിക്കൽ റീജിയൻ സ്പെസിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ കൂടെ കമ്പയർ ചെയ്തിട്ട് ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു റിജക്ട് ചെയ്യുന്നു എന്നുള്ള ഡിസിഷൻ കൂടെ എഴുതി അവസാനിപ്പിക്കുക. അപ്പൊ മാത്രമാണ് നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുക.